ഹിപ്നോട്ടിസം, മെന്റലിസം എന്ന് പറഞ്ഞ ഒരു സംഭവം എന്താണ് ശരിക്കും? ഇതൊന്നാണ് ഹിപ്നോട്ടിസവും മെന്റലിസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ഒരു 1.5 വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് മരിച്ച ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നു. ഫസ്റ്റ് ചെയ്ത ആളും അവസാനം ഞാൻ ചെയ്ത ആളും ഹാപ്പിയാണ്, വളരെ സന്തോഷം. ഉറങ്ങിക്കിടന്ന് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കും, നമുക്ക് പ്രിയപ്പെട്ട ആൾ നമ്മുടെ കൂടെ ഇല്ല. എനിക്ക് വേണമെങ്കിൽ ഒരു സബ്ജക്റ്റ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കോമഡിയും എനിക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ വരുന്നത് റിയൽ ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആണ് അവർ. അത് കഴിഞ്ഞിട്ടുള്ളവരെ ലൈഫും ഒരു ട്രോമ സ്റ്റേജിൽ കൂടെ പോകാനുള്ള സാധ്യത ഉണ്ടാകും. ഞാൻ ചെയ്യുന്നത് ഒരു ചികിത്സയല്ല, ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. ആ സമയത്ത് പയ്യന്നൂരിൽ നിന്ന് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നു. അത്രയും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള്, ആ മരിച്ചുപോയ ഒരാളാണ്. പക്ഷെ ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ട്രൈ തന്നെ അങ്ങനെ വർക്ക് ആവുന്നു. പക്ഷെ എനിക്ക് ശരിക്കും ആളെ കാണാൻ പറ്റി. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. ഒരാളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ആർക്കും ഒരു ദ്രോഹം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവരെ ഒരു നോക്ക് കാണാൻ നമുക്ക് എല്ലാവർക്കും വളരെ ആഗ്രഹമാണ്. അത്തരത്തിലുള്ള ഒരു ദൈവദൂതനായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ളത്. മറ്റാരുമല്ല, സുബീഷ്. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉള്ള ഒന്നാണ് ഈ ഹിപ്നോട്ടിസം, മെന്റലിസം എന്ന് പറഞ്ഞ ഒരു സംഭവം എന്താണ് ശരിക്കും? ഇതൊന്നാണോ? ഇത് എല്ലാവരും കരുതിയിരിക്കുന്നത് മെന്റലിസം ഹിപ്നോട്ടിസം ഒന്നാണെന്നാണ്. പക്ഷെ ഒരിക്കലും ഇതൊന്നല്ല. ഒരു സാമ്യവും ഇത് തമ്മിലില്ല. പക്ഷേ ചില ആൾക്കാർ മെന്റലിസ്റ്റും ആയിരിക്കും ഹിപ്നോട്ടിസ്റ്റും ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു ഇത്. അല്ലാതെ ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. മെന്റലിസം എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കിൻ്റെ ഒരു വേർഷനാണ്. ഡിവൈസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂഡോ സയൻസ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വേണ്ട വാക്കുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഹിപ്നോട്ടിസം. അപ്പം ഒരിക്കലും ആരും ഒന്നും ഇത് കരുതണ്ട. ഹിപ്നോട്ടിസവും മെന്റലിസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. മെന്റലിസം ഒരു മാജിക് ആയിട്ടാണ്. മാജിക് എന്ന് പറഞ്ഞാൽ പഴയ മാതിരി മാജിക് മാതിരിയല്ല. ഒരുപാട് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ചെയ്യണ മാതിരിയല്ല. ഒന്നും ഫ്രീ ആയിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്താ വെച്ചാൽ അവരും ചെയ്യുന്നത് ഒരു സ്റ്റേജ് പ്രോഗ്രാം അവരെ ബിസിനസ്സിന് വേണ്ടി ചെയ്യണ കാര്യമാണ് എന്ത് ഈ മെന്റലിസം. പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്തായാലും ഒരു മാജിക്കിൻ്റെ ഒരു പുതിയൊരു വേർഷനാണ് മെന്റലിസം. സുബിഷേട്ടൻ അപ്പോൾ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാണ്ടായ കാര്യം എന്താണ്? ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും നമ്മൾ ചെറുപ്പത്തിലെ ഈ ഹിപ്നോട്ടിസം ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ റോഡ് സൈഡുകളിലൊക്കെ അങ്ങനെ ഹിപ്നോട്ടിസം നിങ്ങൾക്കും പഠിക്കാം എന്നൊക്കെ പറഞ്ഞ ചെറിയ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേ ഞാൻ ചെറുപ്രായത്തിൽ ഒരു 16 വയസ്സിൽ 15 വയസ്സിൽ തന്നെ ഈ പുസ്തകമൊക്കെ മേടിച്ചുകൊണ്ട് ഒരു ട്രൈ ചെയ്യും. ഒരിക്കലും നമുക്ക് വർക്കാവില്ല. അങ്ങനെ അതിന് ശേഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഒരാൾ ഈ ഒരു അത്ഭുതകരമായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു സംഗതി എന്താ വെച്ചാൽ ഈ ആള് മരിച്ച ആൾക്ക് അറിയും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്നാപ്പ് ചെയ്യണ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ പോവുക, ഒരു സ്നാപ്പ് ചെയ്യണ സമയത്ത് ആളെ രൂപം മാറ്റുക, ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണിച്ചു കൊടുക്കുക. അത് ആദ്യമായിട്ട് ചെയ്ത ഒരാളുണ്ട് നമ്മളെ കേരളത്തിൽ. ആ ആളെ വീഡിയോസ് കണ്ടിട്ടാണ് എൻ്റെ മൈൻഡിൽ എനിക്കിതും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായത്. അങ്ങനെ ഞാനിത് പഠിക്കാനുള്ള ശ്രമം നടത്തി. ഒരുപാട് പേര് അതൊന്നും ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഓവറായിട്ട് ഇത് പഠിപ്പിക്കാനൊന്നും ആരും തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഈ മെയിനായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് പേരെടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇതിലേക്ക് വന്നതും ഇത് പഠിക്കാൻ തീരുമാനിച്ചത്. ഒരു ക്യൂരിയോസിറ്റി, അത് മാത്രമാണ്. ക്യൂരിയോസിറ്റി പുറത്താണ് ഫസ്റ്റിൽ വന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഞാൻ പറയാം, പണ്ടൊക്കെ നമ്മൾ ചെറുതായിട്ട് കോമഡി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഈ ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിനെ കാണിക്കുക, ചെറിയ ചെറിയ പാമ്പ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, നമ്മളെ വിദേശത്ത് കൊണ്ടുപോവുക, നമ്മളെ ലഡാക്കിൽ ബുർജ് ഖലീഫ കാണിച്ചു കൊടുക്കുക, അങ്ങനെ സംഗതികളൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്യുന്നത്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ മരിച്ചവരെ കാണിച്ചു കൊടുത്തു. ഞാൻ ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് ഞാൻ മരിച്ച ഒരാളെ കാണിച്ചു കൊടുത്തു. പക്ഷെ ആ കുട്ടീൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും എന്നെ ഒരു 4 or 5 പ്രാവശ്യം അടുപ്പിച്ച് ദിവസങ്ങളിൽ ആ കുട്ടീനെ വിളിച്ചിരുന്നു. എൻ്റെ ലൈഫ് ആകെ മാറി. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സംഗതിയായിരുന്നു. എൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അവരായിട്ട്. അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മളെ മനസ്സിന് പിടിച്ചു കുലുക്കിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ അത് മാത്രമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഒരു
അവരെ വിഷമങ്ങളൊക്കെ തീർക്കുക, അവരെ സങ്കടങ്ങൾ തീർക്കുക. പെട്ടെന്നായിരിക്കും അവരെ ജീവിതത്തിൽ നിന്ന് ഒരാൾ വിട്ടുപോവുക. ഇന്ന് രണ്ടുപേരും ഉറങ്ങിക്കിടന്ന്, അങ്ങനെ എത്രയോ ഉണ്ട്, എൻ്റെ പേജിൽ തന്നെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. ചൂരൽമലയിലെ ആ ഇഷ്യൂ. ഉറങ്ങിക്കിടന്ന് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കും, നമുക്ക് പ്രിയപ്പെട്ട ആൾ നമ്മുടെ കൂടെ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ അവരോട് സംസാരിക്കേണ്ടതിന് ഒരുപാട് വിങ്ങലുകൾ, അങ്ങനെ കുറേ സംഗതി, അങ്ങനെയുള്ള ഇത് അങ്ങനെ നല്ലൊരു കാര്യം ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ മറ്റുള്ളതൊക്കെ മാറ്റി വെച്ച്. എനിക്ക് വേണമെങ്കിൽ ഒരു സബ്ജക്റ്റ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കോമഡിയും എനിക്ക് കാണിക്കാൻ പറ്റും, എന്ത് വേണേലും. പക്ഷെ ഞാൻ എന്താ ചെയ്യുക, ഈ ഒരു മരിച്ച ആളെ കാണാനും വിഷമങ്ങൾ തീർക്കാനും വരുന്ന ആൾക്കാരെ അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് ഹാപ്പി ആക്കി വിടും. പിന്നീട് അവരെനിക്ക് റിവ്യൂ തരാറുണ്ട്. ഒരു വീഡിയോ ഞാൻ ചെയ്യണ സമയത്ത് പിന്നെ വേറൊരു വീഡിയോയും കൂടി ഉണ്ടാകുന്നുണ്ട്, പക്ഷേ രണ്ടാമത്തെ വീഡിയോ ആരും കാണാറില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. നെഗറ്റീവ് പറയാനാണ് എല്ലാവർക്കും താല്പര്യം. മറ്റേ ഒരു 1 മില്യൺ 2 മില്യന് ഈ മരിച്ചവരെ കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഇവരെ അനുഭവം പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ അത് ആകെ 40,000 30K അങ്ങനെയൊക്കെ ആൾക്കാർ കാണുന്നതാണ്. അപ്പൊ എന്റെ ഒരു സംശയമാണ്, ഇപ്പൊ നമ്മൾ മരിച്ച ഒരു വ്യക്തിനെ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ വരുന്നത് റിയൽ ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആണോ വരുന്നത്? അത് നിങ്ങളെ സംശയമല്ല, ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, അങ്ങനെയാണോ വരുന്നതെന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ അവർക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ സജഷൻസ് ആണ്. അവരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കയറി അവർക്ക് കൊടുക്കുന്ന ഓരോ സജഷൻസിനനുസരിച്ചിട്ട് അവർ കാണുകയാണ്. ഇപ്പം എടുത്തിരിക്കുന്ന അവർ ഫ്രണ്ടായിരിക്കും, പക്ഷെ മരിച്ചുപോയ മകളായിരിക്കും അവർ കാണുന്നത്. അത് ശരിക്കും അവർ മകളായിട്ട് തന്നെ അവർ കാണും, പക്ഷെ ഒരിക്കലും മകളല്ല, അവരെ തോന്നിച്ചുകൾ മാത്രമാണ് അവർ കാണും. പക്ഷെ ആ മകള് ആ ആള് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ മകളായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഞാൻ എന്താണോ അവർക്ക് സജഷൻസ് കൊടുക്കുന്നത് അതായിരിക്കും അവർ സ്വീകരിക്കുക. അങ്ങനെ അല്ലാതെ ഒരിക്കലും പോലും മരിച്ച ആൾക്കാർ എനിക്ക് അമേരിക്ക കാനഡയിൽ നിന്ന് വരെ ഓരോ ആൾക്കാർ രാത്രിയിൽ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കും അങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് കുറെയൊക്കെ. ഇപ്പൊ ഈ മരിച്ചവരെ കാണിക്കുന്നു പറഞ്ഞല്ലോ, ഇപ്പൊ ഓപ്പോസിറ്റ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ ഈ മകളായാലും അല്ലെങ്കിൽ മരിച്ചിട്ട് വരുന്ന ആ ഒരു വ്യക്തി ആളുടെ സംസാരം ആയിരിക്കില്ലല്ലോ ഓപ്പോസിറ്റ് സംസാരിക്കുന്നുണ്ടാവുക. അല്ല, അങ്ങനെയല്ല സംസാരിക്കാം. അപ്പൊ സംസാരം വെച്ച് തിരിച്ചറിയാൻ പറ്റൂല. അപ്പൊ ഇല്ല, സംസാരിക്കുന്നത് അതേ സൗണ്ടിലായിരിക്കും സംസാരിക്കുക. മകൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേമാതിരി ആയിരിക്കും അവർക്ക് കേൾക്കുക. അവർ സംസാരിക്കുന്നതല്ല, അവർക്ക് കേൾക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വീഡിയോയിൽ ഞാൻ അവർക്ക് ഇങ്ങനെ സജഷൻസ് മറ്റവർക്ക് കൊടുക്കും. നിങ്ങൾ ഇത് പറയൂ, നിങ്ങൾ അമ്മ ടെൻഷൻ ആവരുത്, ഞാൻ സുഖമായിട്ടിരിക്കണം, ടെൻഷൻ ആവരുത്, ഒരിക്കലും അമ്മ ടെൻഷൻ ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഞാൻ ഇവരെ കൊണ്ട് പറയിപ്പിക്കും. ആദ്യം ഞാൻ ഇവരോട് പറയാറുണ്ട്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇവരോട് സംസാരിക്കണം. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുന്നത് മകൾ പറയുന്നതായിട്ടാണ് അമ്മക്ക് ഫീൽ ചെയ്യുക. എപ്പോഴും അമ്മ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് ഞാൻ എല്ലാം കാണുന്നുണ്ട്. അമ്മ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് അമ്മക്ക് മകൾക്ക് ഇഷ്ടം. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഈ കുട്ടീനെ കൊണ്ട്, ഈ ആളെ കൊണ്ട്, മകളായിട്ട് കാണുന്ന ആളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇവർക്ക് കേൾക്കുന്നത് ശരിക്കും മകളായിട്ട് തന്നെയാണ് ഇവർക്ക് കേൾക്കുക. അല്ലാതെ ഈ ആള് സംസാരിക്കണ മാതിരിയല്ല ഇവർക്ക് കേൾക്കുക. വരുന്നത് ഒരു സ്പിരിറ്റ് അല്ല, ഒരിക്കലും അല്ല. തെറ്റിദ്ധാരണയാണ്. ഇത് വഴി സ്പിരിറ്റ് അങ്ങനെ ഒരു സംഭവം അല്ല, സോളും സ്പിരിറ്റ് ഒന്നുമല്ല ഇത്. അപ്പൊ ഇവരുടെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ ആവുമല്ലോ ഇങ്ങനെ വ്യക്തിനെ കാണുമ്പോ, അത് കഴിഞ്ഞിട്ടുള്ളവരുടെ ലൈഫും ഒരു ട്രോമ സ്റ്റേജിൽ കൂടെ പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല? ഒരിക്കലുമില്ല. ഇതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഇന്റർവ്യൂവിൽ തന്നെ വന്നത്. ഞാൻ ഒരുവിധം ആളത്തൊന്നും ഇന്റർവ്യൂവിനൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പ്രമുഖരായ വ്യക്തികൾ എന്താ അങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഒരു 1.5 വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് മരിച്ച ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ചെയ്ത ആളും അവസാനം ഞാൻ ചെയ്ത ആളും ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. അവരെ ലൈഫ് തന്നെ മാറുകയാണ്. ഞാൻ ചെയ്യുന്നത് ഒരു ചികിത്സയല്ല, ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷെ അത് ലൈഫ് ടൈം അത് തുടർന്ന് പോവുകയാണ്. നമ്മൾ പോസിറ്റീവ് സജഷൻസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഇവരെ മരിച്ച ആളെ മുന്നിൽ കാണിച്ചു കൊടുത്ത് അവരെ കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഒരു 15 മിനിറ്റെങ്കിലും ഞാൻ പോസിറ്റീവ് സജഷൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഇവരാരും കാണുന്നില്ല. നമുക്ക് റീൽസിന് മാക്സിമം അറിയാലോ, 90 സെക്കൻഡ് റീലാണ് ഫസ്റ്റ് ഉണ്ടാവുക, അടുത്ത പോലെ റിവ്യൂ ആണ് ഞാൻ ഇടുന്നത്.
അതിനുശേഷം ഞാൻ ഇവരെ റിവ്യൂ ഇടാറുണ്ട്, നിങ്ങളുടെ അനുഭവം എന്തായിരിക്കും. ഇവരൊരു പുതിയ ലോകത്തേക്കാണ് ഇവർ കടന്നു വരുന്നത്. ആരും പറയില്ല എനിക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന്. ഞാൻ ചെയ്ത ഒരു 10, 300, 400 ആൾക്കാരെ ഞാൻ ഹിപ്നോട്ടിസം ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും പറയില്ല എന്ത് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന്. എല്ലാവരും ഹാപ്പിയാണ്. ഈ ഒരു 4 മാസം മുന്നേ ചെയ്ത ആൾ വരെ എനിക്കൊരു ഞാനിപ്പം വളരെ സന്തോഷവതിയാണ് കേട്ടോ. അത് മാത്രമല്ല, ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ് മനസ്സിന്, നമ്മളെ മനസ്സിന്, അവരുടെ മനസ്സിന് മാത്രമല്ല. ഇത് ഓരോ ദിവസവും ഇത് കേൾക്കുമ്പം ഉള്ള സന്തോഷം അത് വേറെയാണ്. അപ്പം ഒരിക്കലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. എന്താ വെച്ചാൽ ഇത് എന്തിനൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ചില ആൾക്കാർ ചിലപ്പം ചെയ്യണ സമയത്ത് തെറ്റ് സംഭവിക്കാം. പക്ഷെ അത് അവർ പഠിക്കുന്ന രീതി, അവർ പ്രാക്ടീസ് ചെയ്യുന്ന രീതികൾക്കനുസരിച്ചിട്ടായിരിക്കും ഇതിന് വ്യത്യാസം വരുന്നത്. ചില ആൾക്കാർ എന്തുണ്ടാവും, ഇവർ മരിച്ചവരെ കാണിച്ചു കൊടുത്ത് ഒരു 3-4 ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. മരിച്ചവരെ കാണിച്ചു കൊടുത്തിട്ട് ഹരഞ്ഞ് ഒക്കെ ഹാപ്പിയായി കണ്ട് അവർ ഹാപ്പി ആവാതെ അവർ എണീച്ചു. എന്നിട്ട് എന്നാൽ അടുത്ത ആൾ നിങ്ങൾ പോ, ഇനി അടുത്ത ആൾ വരട്ടെ. അങ്ങനെ വിടുമ്പം പ്രശ്നമാണ്. അങ്ങനെ ഒരിക്കലും വിടരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പോസിറ്റീവ് സജഷൻസ് നമ്മൾ കൊടുത്തിരിക്കണം. ലൈഫിൽ ആകെ മാറ്റം വരും. മൊത്തത്തിൽ ലൈഫിൽ മാറ്റം വരാനുള്ളൊരു ഉപകരണമാണ്, ഒരു ടൂളാണ് ഈ ഒരു ഹിപ്നോസിസ് എന്ന് പറഞ്ഞത്. അതിനെ ഒരിക്കൽ പോലും ഞാൻ ദയവ് ചെയ്തിട്ട് പ്രമുഖരായ വ്യക്തികളോട് പറയാണ്, ദയവ് ചെയ്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. എൻ്റെ എടുത്തു വന്ന ആളുകളെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാം. ഞാൻ ആരൊക്കെയാണോ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഹിപ്നോട്ടിസം ചെയ്തിട്ട് റീൽസ് ഇട്ടിട്ടുണ്ടോ അവരൊക്കെ ഇപ്പോൾ ഹാപ്പിയാണ്. അത് 1.5 വർഷം തൊട്ടിട്ട് ഇന്ന് വരെ. ഞാൻ അതിന് മുന്നേ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മരിച്ചവരെ കാണിക്കാൻ തുടങ്ങിയത് ഏകദേശം 1.5 വർഷം തൊട്ടിട്ടാണ്, മുന്നെയാണ്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ചെയ്തവരൊക്കെ ഹാപ്പിയാണ്. അവരൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം, അവരായിട്ട് സംസാരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഓക്കെ. അപ്പൊ ഈ ഹിപ്നോട്ടിസത്തിലുള്ള ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? അതായത് ഇപ്പൊ പോസിറ്റീവ് ആണല്ലോ, അതായത് ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കാൻ അവരുടെ ആ ഒരു മനസമാധാനം, അവരുടെ ലൈഫ് തന്നെ ആകെ മാറുകയാണ്. പക്ഷെ ഇതുപോലെ തന്നെ ഇത് മിസ്യൂസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും. ഇതിന് കറക്റ്റ് വശങ്ങളായിട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് മിസ്യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഈ മൈൻഡ് കൺട്രോളിംഗ് എന്നൊക്കെ പറയുന്നത് തന്നെ മറ്റൊരു വ്യക്തിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള സംഭവമാണ്. മനസ്സിലായി. പക്ഷെ എല്ലാ മേഖലയിലും പോലെ ഇതിലും മിസ്യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ സജഷൻസ് കൊടുക്കുകയാണ്. ഇപ്പം ചില റീലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവർക്ക് നിന്നെ ഇഷ്ടമാണ്, അവരെൻ്റെ കൂടെ പോരും, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പം ഒരാൾക്കും വേണ്ടിയിട്ട് 2 പെൺകുട്ടികൾ പിടിവലി കൂടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റീൽസിൽ. കണ്ടിട്ടില്ല? ഒരാൾക്കും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത് ഇവർ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുക, ഒരു ഹാപ്പിനെസ് വേണ്ടി. അതൊക്കെ ഇവർ തിരിച്ചെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം അതൊന്നും നമ്മൾ റിയലിൽ കാണുന്നില്ലെങ്കിൽ കൂടിയിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ അവർ തിരിച്ചെടുക്കുന്നുണ്ട്. കറക്റ്റ് യഥാർത്ഥ പേഴ്സണാക്കി വിടുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഇത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് എല്ലാ മേഖലയിലുള്ള പോലെ തന്നെ ഈ ഹിപ്നോട്ടിസത്തിലും ഉണ്ട്. അല്ലാതെ ഇത് ഹിപ്നോട്ടിസത്തിൽ മാത്രമല്ല. അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പഠിപ്പിച്ച് കൊടുക്കുന്ന ആൾക്കാർ നമ്മളെ എത്തിക്സ് കീപ്പ് ചെയ്യുക. ഈ സാധനം ചെയ്യുന്ന സമയത്ത് പഠിപ്പിച്ച് കൊടുക്കുന്ന ആൾക്കാരും ഈ കാര്യങ്ങളും ഒക്കെ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയുള്ള ഇതിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ് മെന്റലിസം? അതിനെ കുറിച്ച് പറയാമോ? മെന്റലിസം എന്താണ്? മെന്റലിസം എന്ന് പറഞ്ഞാൽ ഒരു ട്രിക്കാണ്. അതും ഇതുപോലെ ഒരു സെയിം ഇതുപോലെ തന്നെയാണ്. അല്ല, മെന്റലിസം ഹിപ്നോട്ടിസം തമ്മിൽ ഒരു ബന്ധമില്ല. പറഞ്ഞാൽ തീരെ ബന്ധമില്ല. മെന്റലിസം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ്, ഒരു എന്റർടൈൻ ആക്ടാണ് ഈ മെന്റലിസം. അത് ട്രിക്കാണ്, മാജിക്കിന്റെ പുതിയൊരു വേർഷനാണ്. അല്ലാതെ ഹിപ്നോട്ടിസ് ആയിട്ട് ഒരു ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നത്. ഞാൻ ചോദിച്ചതല്ല, അതായത് ഹിപ്നോട്ടിസത്തിൽ ചെയ്യുന്ന പോലെ തന്നെ, അതായത് മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. ഇല്ലല്ല, മൈൻഡ് ഒരിക്കലും ഒരാളെ മനസ്സ് വായിക്കാനും ഇത് ജീവിതത്തിൽ ഇന്നേവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും കഴിയില്ല. ഒരാളെ മനസ്സ് വായിക്കാൻ ആർക്കും കഴിയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ട്രിക്ക് മാത്രമാണ്. മൈൻഡ് കൺട്രോൾ ചെയ്യാൻ മെന്റലിസം കൊണ്ട് സാധിക്കില്ല. പക്ഷേ ഹിപ്നോട്ടിസം കൊണ്ട് സാധിക്കും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എന്താണോ സജഷൻസ് കൊടുക്കുന്നത് അതാണ് അവർ സ്വീകരിക്കുക. ഒരിക്കലും മൈൻഡ് കൺട്രോൾ ചെയ്യോ
ഒന്നും മെന്റലിസം ഞാൻ പറഞ്ഞല്ലോ, മാജിക് മാത്രമാണ്. മാജിക് എന്ന് പറഞ്ഞാൽ ട്രിക്കാണ്. അങ്ങനെയാണ്. അത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ്. രണ്ടും മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു അതുണ്ട്. പരിപാടിയാണ്. അതെ, മെന്റലിസം. എല്ലാവരും എന്നെ തന്നെ സമീപിക്കാറ് മെന്റലിസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കാറ്. അവരെ വിചാരം ഇത് മെന്റലിസ്റ്റ് ആണെന്നാണ്. മെന്റലിസ്റ്റ് ആയിട്ട് ഒരു ബന്ധമില്ല. ഇപ്പൊ ഹിപ്നോട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് കാലമായല്ലോ വർക്ക് ചെയ്യുന്നത്. ആ അപ്പൊ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ ഒരു പോസിറ്റീവ് നെഗറ്റീവ് അനുഭവങ്ങൾ ഒന്ന് പറയാമോ? ഹിപ്നോട്ടിസത്തിൻ്റെ ഓക്കെ. എനിക്ക് പോസിറ്റീവായിട്ട് അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായത് മൊത്തം പോസിറ്റീവായിട്ട് അനുഭവങ്ങളാണ്. ഓരോ ആൾക്കാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, എൻ്റെ മനസ്സിൽ തട്ടിയൊരു സംഭവം വെച്ചാൽ, എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ അനാഥാലയത്തിൽ അന്നദാനം നടത്തിയിട്ടുണ്ട്. ഒരു കുട്ടി, എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. ഒരു കുട്ടി അവരെ ലവറായിട്ട് ബൈക്കിൽ പോണ സമയത്ത് ആക്സിഡൻറ്റ് സംഭവിച്ച് ലവർ സ്പോട്ടിൽ മരിച്ച് ഈ കുട്ടി കോമ സ്റ്റേജിലായിരുന്നു ഒരുപാട് കാലം. ആ കുട്ടിക്ക് ഞാൻ അവരെ കാണിച്ചു കൊടുത്ത് അവരെ മൈൻഡൊക്കെ ക്ലിയർ ആക്കി ഭയങ്കര ഹാപ്പി ആക്കി സന്തോഷമാക്കിയിട്ട് പോയ സമയത്ത് അവർ എന്നോട് പറഞ്ഞ്, സാറിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എനിക്ക് എന്തായാലും ചെയ്യണം. ഞാൻ ഒന്നും വേണ്ട, ഒരു പ്രതിഫലം വാങ്ങാതെയാണ് ആ സമയത്തൊക്കെ ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഇവർ ലാസ്റ്റിൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, സാറോട് ചോദിച്ചിട്ടില്ല. അനാഥാലയത്തിൽ സാറിൻ്റെ പേരിൽ ഞാൻ ഒരു അന്നദാനം നടത്തിയിട്ടുണ്ട്, കുറച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് മാത്രമല്ല കേട്ടോ, എല്ലാവരും എന്നെ വിളിച്ചിട്ട് അവരുടെ സന്തോഷങ്ങളും കാര്യങ്ങളും ഇപ്പോഴും അറിയിക്കാറുണ്ട്. അല്ലാതെ സാധാരണ വീട്ടമ്മമാരല്ല, എല്ലാത്തിനും നമ്മളെ ഒരു പ്രൊഫഷണൽ ഒരു സമൂഹത്തിൽ ഉന്നതങ്ങളിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ സാധാരണ ഒരു വീട്ടമ്മമാരോ കാര്യങ്ങളല്ല. ഡോക്ടേഴ്സിന് ഞാൻ ചെയ്തിട്ടുണ്ട്, ഹിപ്നോട്ടിസം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സ് ഇതാണിപ്പം എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സിന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്. സുബീഷ് ചേട്ടൻ ഇപ്പൊ ധാരാളം റീലൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ട് ചെയ്യുന്ന ഒരു റീലുകളുടെ അടിയിൽ പോലും ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരാറുണ്ട്. ഒരാളുടെ ലൈഫ് അങ്ങനെ ട്രോമയിലേക്ക് തള്ളി വിടുന്നു എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു? ഭയങ്കര വിഷമൊക്കെ തോന്നാറുണ്ടോ? സത്യമായിട്ട് നല്ല വിഷമം തോന്നാറുണ്ട്. എന്താ വെച്ചാൽ ഞാനൊരാളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ആർക്കെങ്കിലും ഒരു ദ്രോഹം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് വേറൊന്നുണ്ടല്ല, ഇവർ എൻ്റെ റീൽസിൻ്റെ താഴെ കമൻ്റൊക്കെ ഇടുന്നതുണ്ട്, പക്ഷെ എൻ്റെ ബാക്കിയുള്ള റീൽസ് കാണാതെയാണ്. ഞാൻ എപ്പോഴും അവരോട് പറയുന്നുണ്ട്, എൻ്റെ പേജ് ഒന്ന് കയറി നോക്കാൻ. എൻ്റെ പേജ് കയറി നോക്കാനുള്ള പ്രത്യേകത പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരു വീഡിയോ അവർക്ക് മരിച്ച ആളെ കാണിച്ചു കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ റിവ്യൂ കൂടി ഞാൻ ഇടാറുണ്ട്. അവർക്ക് അനുഭവം എന്തായിരുന്നു അവരുടെ ലൈഫിൽ സംഭവിച്ചത് ഇതിന് ശേഷം. പക്ഷെ അത് കണ്ട ആൾക്കാർ ഒരിക്കലും എന്നെ നെഗറ്റീവായിട്ട് ആരും ഒന്നും പറയില്ല. പിന്നെ ചില ആൾക്കാർ വെറുതെങ്കിലും മെസ്സേജ് വളരെ മോശമായിട്ട് അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളൊക്കെ ഇടാറുണ്ട്. അപ്പം ഞാൻ അത്ര ശ്രദ്ധപ്പെടാറില്ല. അതിൽ അവർക്ക് മുഖങ്ങളില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. എന്തു പറഞ്ഞു ഞാൻ ചില സമയത്ത് അവർക്ക് ഒരു മറുപടി കൊടുക്കാറുണ്ട്. കൊടുത്താലും അവർക്ക് അത് നെവർ മൈൻഡാണ്. പക്ഷെ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. ഞാനൊരു നല്ല കാര്യം ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് എനിക്കിങ്ങനെ കേൾക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്ക് വരാറുണ്ട്. ചില ആൾക്കാർ എൻ്റെ വീഡിയോ ഒക്കെ ഞാനിപ്പം ഞാൻ കാണാത്ത ഒരുപാട് കുറേ ആൾക്കാരെ എനിക്ക് അയച്ചു തരാറുണ്ട്. വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടുങ്ങായിട്ട് ഞാൻ കാണുന്നില്ല ഇതൊന്നും. ഇങ്ങനെ ഭയങ്കര ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഇത് വളരെ മോശമായിട്ട് രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. വളരെ ക്രൂരതയാണ് ചെയ്തത്, ഇവനൊക്കെ പോയി ചത്തൂടെ, റീച്ചിന് വേണ്ടി ചെയ്യാണ് ഒക്കെ. പക്ഷേ ഞാൻ റീച്ചിന് വേണ്ടി ഇതെന്തുകൊണ്ട് ഞാൻ ഈ റീല് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരായാലും എന്നെ ഹിപ്നോട്ടിസ് ചെയ്യാൻ വിളിക്കുന്നത് ഇത് കണ്ടിട്ടല്ലേ. ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്നത് എന്താ, ഈ വീഡിയോ കണ്ടിട്ടാണ്. അല്ലാതെ അല്ലെങ്കിൽ ആരും അറിയില്ല ഈ സംഗതി. ഈ വീഡിയോ കണ്ടിട്ടാണ് ഇവരൊക്കെ എൻ്റെ അടുത്ത് വരുന്നത്. ഇത്രയും ജനങ്ങൾ ഒരു ദിവസം ഒരു 200-300 മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാ, ഈ വീഡിയോ കണ്ടിട്ടാ. അപ്പം ഞാൻ മാക്സിമം എല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ട്. ഒരു കുട്ടികൾക്ക് ഞാൻ മറുപടി കൊടുക്കാതെ നിന്നിട്ടില്ല. പക്ഷെ ഞാനത് ഒരു വളഞ്ഞ വഴി കൂടിയാണ് എൻ്റെ അടുത്തേക്ക് അവർ എത്തിക്കണത്. എന്താ വെച്ചാൽ ചില ആൾക്കാർ ഇത് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ എന്ന് വെച്ച് വരും. അപ്പം ആദ്യം നിങ്ങൾ അവിടെ പോയിട്ട് ലിങ്കിൽ ഇതാക്കൂ, അവിടെ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയക്കൂ, കോൾ ചെയ്യരുത്, ഞാൻ മറുപടി എന്തായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർ എന്താവും, ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ എൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ. അത്രയും വിഷമം ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അത്രയും വിഷമം അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ട്. ജീവിക്കാന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ഞാനിപ്പം എൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് ബീച്ചിൽ നിന്നൊക്കെ ഇത് ചെയ്യരുതെന്ന്. ശരിയാണ്, ബീച്ചിൽ നിന്ന് ഒരുപാട് ജനങ്ങളുണ്ടാവും, ഭയങ്കര ക്രൗഡ് ഉണ്ടാവും. പക്ഷെ ഞാൻ ബീച്ചിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാലോ, പോസിറ്റീവ് സജഷൻസ് കൊടുത്ത് വിട്ടാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആ സമയത്ത്
പയ്യന്നൂരിൽ നിന്ന് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. സത്യം പറയല്ലോ, ആത്മഹത്യ അങ്ങനെ ഞാൻ കുറച്ച് ടീമിനെ ഞാനിങ്ങനെ വിട്ടളഞ്ഞ് ഞാൻ ഫസ്റ്റിൽ തുടക്കം ഞാൻ ബീച്ചിൽ നിന്നാട്ടോ, നമ്മൾ ബീച്ചിൽ നിന്നാണ് ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. കോഴിക്കോട് ബീച്ച് ഇപ്പോൾ എല്ലാവരും കളിയാക്കി പറഞ്ഞൊരു സംഭവമാണ്, കോഴിക്കോട് ബീച്ചിൽ കുറേ മെൻ്റലിസ്റ്റുകൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ നല്ല അനുഭവം പറയാണ്, ബീച്ചിൽ നിന്ന് തന്നെ കുറച്ച് ടീംസിനെ ഞാൻ ചെയ്യാണ്, ഒരു കോളേജ് കുട്ടികളെ ചെയ്യാണ്. ആ സമയത്ത് ഒരു ബാഗ് പിടിച്ചിട്ട് പയ്യൻ ഇങ്ങനെ വന്ന് നോക്കിയത്. അപ്പോൾ ഞാൻ ഇവർക്ക് അവരുടെ ഫ്രണ്ടിനെയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തമാശ രൂപേണ ചെയ്യുന്ന സമയമാണ്, കുറേ ഐറ്റംസ് കുറേ ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ കുട്ടീൻ്റെ അടുത്ത് വന്ന് ചോദിച്ച്, ഏകദേശം 10-22 വയസ്സുള്ളൂ, ചേട്ടാ എനിക്കൊരാളെ കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനെന്താ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യുക, നമുക്ക് പറ്റുമോ ഇല്ലയെന്ന് നോക്കാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി ചോദിച്ചത് എന്താ വെച്ചാൽ, ഈ കുട്ടീൻ്റെ ലവറിനെയാണ് കാണുമെന്ന് പറഞ്ഞു. ലവറിൻ്റെ കല്യാണം അവൻ വെള്ളിയാഴ്ചയാണ് എൻ്റെ അടുത്ത് വന്നെങ്കിലും ഈ സൺഡേ ലവറിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഈ കുട്ടി വരുന്നത് എന്താ, ആത്മഹത്യ ചെയ്യാൻ വന്നതാ. ആകെ ഒരു മകനേ ഉള്ളൂ വീട്ടിൽ, ഒരു ഉമ്മയും മകനും മാത്രമേ ഉള്ളൂ. ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. ആ കുട്ടിക്ക് ഞാൻ ഈ കുട്ടീനെ കാണിച്ചു കൊടുത്ത്, അവന് ഒരുപാട് കാലമായിട്ട് ബ്ലോക്കിലായിരുന്നു, ഇവനായിട്ട് സംസാരിക്കാനോ ഫോണോ ഒന്നുമില്ല. ആ കുട്ടീനോട് ഞാൻ ആ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, എൻ്റെ ഇതിലില്ല. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്ത്, രണ്ടാമത് ഞാൻ ട്രാൻസ് കൊണ്ടുപോയി ഒരുപാട് പോസിറ്റീവ് സജഷൻസ് കൊടുത്ത് ആ കുട്ടി അവിടെ നിന്ന് എണീച്ച് വന്ന് ആ കുട്ടീൻ്റെ ഉമ്മനെ വിളിച്ച്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാം. ഞാൻ സോറി, നേരത്തെ എനിക്ക് പറയാൻ വിട്ടുപോയൊരു സംഗതിയാണ്. അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഫസ്റ്റ് അനുഭവമാണ് എൻ്റെ കോഴിക്കോട് ബീച്ചിൽ. അപ്പം ബീച്ചിൽ നിന്ന് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവ് സജഷൻസ് കൊടുക്കുക. അല്ലാതെ അവിടുന്ന് ചെയ്യാൻ പാടില്ല, ഇവിടുന്ന് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഹിപ്നോട്ടിസം ഇല്ല. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ഒരാളെ എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ഒരിക്കലും അവർക്കൊരു മരുന്ന് കൊടുക്കണമെന്നില്ല, ഒരു ഇഞ്ചക്ട് ചെയ്യണമില്ല. അപ്പം ഇതൊരു വലിയൊരു സംഭവമൊന്നുമല്ല. അപ്പം ഇത് ഇങ്ങനെ സ്ഥലങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഒരു ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇത് പ്രാക്ടീസാണ് ഏറ്റവും വലുത്. നല്ലൊരാളെടുത്തുനിന്ന് സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റ് എടുത്തുനിന്ന് പഠിക്കുക, സർട്ടിഫിക്കറ്റ് മേടിക്കുക, അത് നല്ല പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇത് നമ്മളെ ആൾക്കാരുടെ അടുത്ത് ഉപയോഗിക്കുക. അവർക്ക് നല്ലത് മാത്രം ഇത് ചെയ്യുക. പ്രോപ്പറായിട്ട് പഠിച്ചാൽ എവിടുന്ന് ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനനുസരിച്ചുള്ള സമയം എടുത്തിട്ട് അവർക്ക് പോസിറ്റീവ് സജഷൻസ് കൊടുത്തിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് വിടണം. അത്ര മാത്രമേ ഉള്ളൂ. ഒരേ ഫീൽഡിൽ നിന്ന് തന്നെ എപ്പോഴെങ്കിലും മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? സെയിം ഫീൽഡിൽ നിന്ന് തന്നെ നിറയെ കിട്ടിയിട്ടുണ്ട്. സെയിം ഫീൽഡിൽ നിന്ന് നിറയെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ടായിരുന്നു? വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ ഈ പ്രായമുള്ള ആൾക്കാർക്കൊന്നും ഇതിനെ പറ്റി അറിയില്ലല്ലോ. എൻ്റെ അമ്മ പറയും, ഇങ്ങനെ ചെയ്തിട്ട് കാണിച്ചു. എൻ്റെ അമ്മയും വീട്ടുകാരൊക്കെ പറയും, നിനക്ക് പ്രാന്ത് വന്നു. അമ്മക്കൊന്നും അറിയില്ല. അമ്മൻ്റെ വിചാരം ഇപ്പം നിങ്ങൾ ആദ്യം ചോദിച്ചില്ലേ, ഇതെന്തോ ഒരു ബാധ വരികയാണ്, ഒരു സോള് വരികയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ് എൻ്റെ അമ്മക്കൊക്കെ ഉണ്ടായിരുന്നത്. അമ്മ ഭയങ്കരമായിട്ട് എന്നെ ദേഷ്യപ്പെടും, ഫോണിൽ വിളിച്ചിട്ട് മതി നിർത്തിക്കാൾ, ഇനി വേണ്ട, ഇനി ചെയ്യണ്ട, നിനക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരും എന്നൊക്കെ പറയും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പതുക്കെ ഇപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എൻ്റെ വൈഫ്, കുട്ടികളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സെയിം ഫീൽഡിൽ നിന്നൊക്കെ ഉള്ള ഒരു അനുഭവം എങ്ങനെയാണ്? അതുപോലെ നെഗറ്റീവ് അല്ലാതെ തന്നെ പോസിറ്റീവായിട്ട് കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ? അമ്മ ഒരുപാട് പേരുണ്ട്. കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ റീലൊക്കെ വരുന്ന സമയത്ത് തന്നെ റീല് സ്റ്റോറി ഇടലും കമൻ്റ് ഇടലും ഷെയർ ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് വളരെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. എനിക്ക് ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാമെന്നൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ഉയർന്നു വരണം. ഏറ്റവും കൂടുതൽ നന്നാക്കി സുബീഷേട്ടൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം എന്നുള്ള ലെവലിൽ എന്നോട് ഒരുപാട് സംസാരിച്ച ആൾക്കാരുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ, എൻ്റെ ഫീൽഡ് ഇതല്ല. ഞാൻ LBS ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞ കോഴിക്കോടുള്ള ഒരു ഫാമിൻ്റെ ഒരു ഡയറക്ടറാണ്. 3 പേരാണ് ഞങ്ങൾ. ലാലു ഉണ്ട്, ബൈജു, സുബീഷ്, അങ്ങനെ ഞങ്ങൾ 3 പേരാണ്. അപ്പം അവരെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. എന്നുവെച്ചാൽ നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ ആവുന്ന സമയത്ത് ഞാനൊരാൾ ഈ ഒരു ഫീൽഡിലേക്കൊക്കെ മാറി, ചിലപ്പം ഇപ്പോൾ ഇന്ന് തന്നെ ഞാനിപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിന് വന്ന് ഇന്നിപ്പോൾ അവിടെ നമ്മളെ ഈ പ്രൊഫഷനിൽ ഒഴിവാക്കിയിട്ടാണ്. പക്ഷെ അതൊക്കെ എൻ്റെ അത്രയും സപ്പോർട്ടാണ് ഇവർ 2 പേരും എനിക്ക് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷം. അതിനെക്കാട്ടി വലുത് വേറെ ഒന്നുമില്ല. അവർ സപ്പോർട്ടില്ലെങ്കിൽ ശരിക്കും എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ഞാൻ എന്തായാലും പ്രൊഫഷനിൽ ബാധിക്കാത്ത വിധത്തിലാണ് ഞാൻ സാധാരണ ചെയ്യാറ്. പക്ഷെ എന്നാലും ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ കൂടെ പാർട്ട്നേഴ്സായിട്ട് നിൽക്കുന്ന ഈ 2 വ്യക്തികളാണ്. അത്
ഭയങ്കര സപ്പോർട്ടാ. ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഉം. ഇപ്പൊ റീലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഉൾവലിഞ്ഞ് ആ നിൽക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു ട്രാക്കിലേക്ക് എത്താനായിട്ട് ആരാണ് സപ്പോർട്ട് ചെയ്തത്? സപ്പോർട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഒന്നും രണ്ടും ആൾക്കാരല്ല, കുറേ പേര് ഫ്രണ്ട്സിന്റെ ചെയ്തിട്ടുണ്ട്. സൈഡിൽ നിന്നായിരുന്നോ, ഫാമിലി സൈഡിൽ നിന്നായിരുന്നോ, അതോ നെയ്ബേഴ്സ്? ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ പതുക്കെ പതുക്കെ അവർക്കൊക്കെ ചില ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ നമ്മൾ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും എന്തിനും എല്ലാത്തിനും പിന്നെ പിന്നെ നമ്മൾ ആരാണ് ശരിക്കും ഈ ഫീൽഡിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാള്? ഇപ്പം നിറയെ പേരുണ്ട്. ഞാൻ നിറയെ പേര് വിദേശത്തുള്ള ആൾക്കാരെ വീഡിയോസ് ഒക്കെ എന്നാലും ഫസ്റ്റ് കാണാറുണ്ട്. ടൈമിൽ ഒരാളുണ്ടാവുമല്ലോ. അത് എൻ്റെ എനിക്ക് ഫസ്റ്റിലെ വീഡിയോ എനിക്ക് ഒരു അത്ഭുതകരമായിട്ട് ഞാൻ കണ്ടിരുന്ന വീഡിയോ, അത് 1-2 പ്രാവശ്യം, ഒരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടാവും. പെൻഡലിസ്റ്റ് അർജുൻ ചെയ്ത വീഡിയോ. അതാണ് ആദ്യമായിട്ട് എന്നെ മനസ്സിന് ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് ആ വീഡിയോസാണ്. എന്താ വെച്ചാൽ പെട്ടെന്ന് ഓരോ സ്നാപ്പ് ചെയ്യണ സമയത്ത് അവരൊക്കെ മുന്നിൽ വേറെ ഒരാളെ കാണുക, ബാക്ക് ഓരോരോ രാജ്യങ്ങളിങ്ങനെ. അത് ഞാൻ 1-2 പ്രാവശ്യമല്ല ആ വീഡിയോ കണ്ടത്. ഞാൻ അർജുന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു കാര്യം. റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു? റെസ്പോൺസ് ചെറിയ തോതിൽ തന്നിട്ടുണ്ട്. ഇത്രയും നാളും ഒരുപാട് പേര് ഹിപ്നോട്ടിസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ലൈഫിൽ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയും മൊമെന്റ്സിൽ ഇപ്പോഴും മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്ത, ഉള്ളിൽ തട്ടിയ ഒരു വീഡിയോ ഏതായിരുന്നു? അത് ലാസ്റ്റിൽ ചെയ്ത ആ ചൂരൽമല ദുരന്തം. അതിന്റെ ആ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? അതിന്റെ എന്ന് പറഞ്ഞാല് അവര് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ട്, ഞങ്ങൾ എൻ്റെ ഓഫീസിൽ വന്ന് വൈകുന്നേരം സുബീഷിന്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അവര് എന്നെ ഫോൺ വിളിച്ച് അവരെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് അവര് ഭയങ്കര ടെൻഷനിലാണ്. 2 വർഷമായിട്ട് മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. അത് ഫസ്റ്റിൽ ആ കുട്ടീനെ ബോഡി കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ വേറൊരു കുട്ടീൻ്റെ ബോഡിയൊക്കെയാണ് അവർ ഇത് ചെയ്ത്. പിന്നെ രണ്ടാമത് പോലെ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ മാനസികമായിട്ട് ഭയങ്കര തകർന്ന് നിൽക്കുന്ന സമയത്താണ് അവരുടെ ഫ്രണ്ടും വിളിച്ചിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ് സമയം ഡേറ്റൊക്കെ പറഞ്ഞ് ഞാൻ വന്നോളൂ, ചെയ്യാൻ നമുക്ക് പറഞ്ഞു. ഈ വരുന്ന സമയത്ത് അവർ ഭയങ്കര ടെൻഷനിലായിരുന്നു. അവരെ പുഞ്ചിരി അവരുടെ മുഖത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2 വർഷമായിട്ട് അവരൊരു കല്യാണത്തിന് പോകില്ല, ഒരു 4 ആൾ കൂടിയ സ്ഥലത്ത് പോകില്ല. അങ്ങനെ ഭയങ്കര ഒരു പ്രത്യേകതര രീതിയിലാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. ആ സമയത്ത് ഞാൻ ഓഫീസിലിരുന്ന് ഞങ്ങളെല്ലാവരും ഇരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് സ്റ്റാഫൊക്കെ പോയ സമയത്ത് ഞാൻ ചെയ്യാറുള്ളൂ, ഒരു 5:30-ക്ക് ശേഷം. ഞങ്ങളിങ്ങനെ വർത്താനം സമയത്ത് ഇവരൊന്നും മിണ്ടുന്നില്ല. അപ്പം മെല്ലെ ഇവരോട് പറഞ്ഞ്, ഒന്നീ ഞാൻ പുറത്ത് പോവാം, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. അങ്ങനെയുള്ളൊരു മൂഡായിരുന്നു അവരത്, ഒറ്റയ്ക്ക് ഇരിക്കണം. അങ്ങനെ അവർ പുറത്ത് പോയി. അപ്പോൾ പിന്നെ ഞാൻ അവർ പുറത്ത് പോയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ വരണ്ട, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ അവരോടായിട്ട് സംസാരിച്ച്, നമ്മൾ ഒന്നാമത് എന്താ വെച്ചാൽ ഈ ഹിപ്നോട്ടിസം ചെയ്യാൻ വരുന്ന ആൾക്കാരെ നമ്മൾ സ്വന്തം ആളെ മാതിരി കരുതണം. സ്വന്തം കൂടപ്പിറപ്പ്, സ്വന്തം ബന്ധങ്ങൾ അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ച് മെല്ലെ ഞാൻ റിവ്യൂ ഒക്കെ കാണിച്ചു കൊടുത്ത്, വീഡിയോസിൻ്റെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങനെ അവർ 1-2 വാക്കുകൾ സംസാരിച്ച് പിന്നെ ഞാൻ ഇവർക്ക് കാണിച്ച് കൊടുത്തതിന് ശേഷം അവരുടെ ലൈഫ് മാറി. അവർ ഭയങ്കര ഹാപ്പിയാണ്. പോസിറ്റീവ് സജഷൻസ് കൊടുത്ത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് കാണണേ. എന്താ വെച്ചാൽ ഇവർ കണ്ടു കഴിഞ്ഞാലാണ് നമ്മളെ ടോപ്പ് സബ്ജക്റ്റ് എന്ന് നമ്മൾ പറയാം. ആ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സജഷൻസ് ഏൽക്കുക. അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന ഇവർക്ക് അവരെ മകളെ കാണണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ. ഞാൻ ആകെ ടെൻഷൻ അടിച്ചും കൊണ്ടാണ് ഞാൻ അവരെ ചെയ്തത്. പക്ഷെ അവർ കണ്ടു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ കരയുന്ന ഒരുപാട് ഒരു സംഗതിയാണ്. പക്ഷെ അവർ കണ്ടതിന് ശേഷം അവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷവതിയാണ്. അവർ നേരെ പോയത് ബീച്ചിലേക്കാണ്, കോഴിക്കോട് ബീച്ചിലേക്കാണ് അവർ നേരെ പോയത്. അവർ രാത്രി വിളിച്ചിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. ഭയങ്കര ഇതാണ് നിങ്ങൾ ചെയ്തത്, എൻ്റെ മനസ്സ് ഫുള്ള് ഇപ്പം ക്ലീനാണ്. 2 വർഷമായിട്ട് അവർ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് 60 സെക്കൻഡ് റീലേ ഉള്ളൂ. ഒരുപാട് നേരം അവരെ മകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രംഗം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കൂല. ഭയങ്കര ഒരു ടെൻഷൻ അടിച്ച സംഭവമാണ്.
ഇപ്പൊ സുബിഷേട്ടന് ഒരുപാട് പേരെ ഇങ്ങനെ ഒരു നല്ലൊരു മൊമെന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അതിൽ ഒരാളെ നമുക്കൊന്ന് ഇപ്പൊ കോണ്ടാക്ട് ചെയ്താലോ? ആ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. ഹലോ, ഹലോ. ഇത് വോയിസ് ഓഫ് കേരള ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. കീർത്തന ചേച്ചി അല്ലേ? അതെ. നമ്മള് സുബിഷേന്റെ ഇന്റർവ്യൂ എടുക്കുന്ന വിളിക്കുന്ന കേട്ടോ. നമ്മ ചേച്ചിയുടെ ആ ഒരു റീലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ സംഭവമൊക്കെ ആയിരുന്നല്ലോ. അതൊരു 1 വർഷം മുമ്പ് ചെയ്തൊരു ഇതായിരുന്നു. അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അത് ശരിക്കും സംഭവം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വരുന്ന സമയത്ത്, ഇത് ഫേക്ക് അല്ലേ, ഇതൊക്കെ റിയൽ ആണോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ ചേട്ടന്റെ അടുത്ത് അങ്ങോട്ട് അത്രയും റിക്വസ്റ്റ് ചെയ്ത്, എനിക്കായിരുന്നു അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്റെ അച്ഛമ്മ മരിച്ചു പോയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആളായിട്ട് അത്രയും കണക്റ്റഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു കാണണം. ഞാൻ പക്ഷെ കുറെ ഇങ്ങനെ മെന്റലിസം സംഭവമൊക്കെ കേട്ടിട്ട് കുറെ ആൾക്കാരുടെ അടുത്ത് അങ്ങനെ ചോദിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോഴാണ് ഈ ചേട്ടനെ ഒരു ഷൂട്ടിന്റെ ഇതിൽ വെച്ചിട്ട് അങ്ങനെ കണ്ട് ചേട്ടന്റെ അടുത്ത് ചോദിച്ച്. അപ്പൊ ചേട്ടൻ അപ്പോഴും ഉറപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നോക്കാവോന്ന് ഓരോ ആൾക്കാരുടെ ഇത് വെച്ചിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോ എനിക്കത് ഭയങ്കര എന്റെ ലൈഫിലെ ഏറ്റവും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള്, മരിച്ചുപോയ ഒരാളാണ്. പക്ഷെ ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ട്രൈ തന്നെ അങ്ങനെ വർക്ക് ആവുന്നു. പക്ഷെ എനിക്ക് ശരിക്കും ആളെ കാണാൻ പറ്റി. ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ആ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് എനിക്കും ബാഡ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ആക്ടിങ് ആണ്, ചേട്ടനെ ഇതൊക്കെ വെച്ചിട്ട്. പക്ഷെ അത് നമ്മൾ വൺസ് അങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ശരിക്കും ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ പറ്റൂ. അതിനുശേഷം ചേച്ചിക്ക് പിന്നെ ലൈഫിൽ എങ്ങനെയായിരുന്നു ആ ഒരു വീഡിയോന് ശേഷം? നേരിട്ട് അച്ഛനെ കണ്ടിട്ട് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് അതുവരെ എന്റെ ഉള്ളില് കുറെ വിഷമം, കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാ. എന്നുവെച്ചാൽ എനിക്ക് ആ ഒരു അച്ഛന്മാരെ ഇനി അതൊക്കെ ആൾക്കാർ വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ, പക്ഷെ ഒരു ആത്മാവ് എന്തോ ഒരു സംഭവം എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്റെ കൂടെ അങ്ങനെ ഒരാളുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇപ്പോഴും സ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഫസ്റ്റ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ തന്നെ അപ്പൊ നടക്കുന്ന എന്താന്ന് ശരിക്കും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാനും ഒക്കെ ഇങ്ങനെ ഒരു സംഭവം ഇത്രയും ഇതായിട്ടായെന്ന് അറിഞ്ഞത്. അപ്പൊ എനിക്ക് പിന്നെ ആ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ട്. സുബീഷേട്ടൻ അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ചേച്ചിന് ട്രോമയിലേക്ക് വിടുവാണ്, ഇനി ലൈഫ് എന്താവോ എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ ആൾക്കാർ ഭയങ്കര മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരോടൊക്കെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എന്റെ പേഴ്സണൽ ഇതാണ്, ഞാൻ അന്നും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലുള്ളത് ഞാനാണല്ലോ. എനിക്ക് എന്റെ ലൈഫില് ഇപ്പൊ സ്റ്റിൽ ഈ സെക്കൻഡിലാണെങ്കിലും എനിക്കത് ഓർക്കുമ്പോ ഹാപ്പിനെസ് മാത്രമേ. എനിക്ക് ആ വീഡിയോ ഒരു സംഭവം അങ്ങനെ ഒരു നടന്നതിന് ശേഷം യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ചേട്ടൻ്റെ അടുത്തും ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു, എന്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഇതിനോട് എന്റെ അച്ഛമ്മയുടെ ഒരു സംഭവം കാണാൻ പറ്റിയ. എനിക്ക് കുറെ കാര്യങ്ങള് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു, എനിക്ക് സംസാരിക്കണം എന്നുള്ളത്. അതിനുശേഷം ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വൺസ് ഒരിക്കലെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന് വെച്ചിട്ട് മെന്റലി ഡൗൺ ആയി പോവല്ല ചെയ്യാം. എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി മാത്രമാണ്. പേഴ്സണലി ഞാൻ ആ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു ഇത് ചെയ്തതിന് ശേഷം ഒരുപാട് ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പറയുന്ന ആൾക്കാർ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. എനിക്ക് അവരുടെ അടുത്ത് തന്നെ പറയാനുള്ളത്, വൺസ് നമ്മൾ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലാ. കാണുന്ന ആൾക്കാരൊക്കെ എന്ത് നെഗറ്റീവ് ആണെങ്കിലും പറയാം, പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. എനിക്ക് എന്തായാലും ആ ഒരു സംഭവം ചെയ്തുകൊണ്ട് എന്റെ ലൈഫിൽ എന്തായാലും ഒരു 1% പോലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എനിക്ക് ഉണ്ടായിട്ടില്ല. എപ്പോഴും ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. അത്രയൊക്കെ പറയാനുള്ളൂ. ഹലോ, ഹലോ. നമ്മ വോയിസ് ഓഫ് കേരള ചാനലിൽ നിന്നായിരുന്നു വിളിക്കുന്നത്. ഞങ്ങള് മാഡത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നത്. സുബിഷേട്ടൻ ഒരു ഹലോ സുബിഷേട്ടൻ ഒരു അമ്മേനെ കണ്ടിട്ട് കരഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അന്ന് കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ? ആക്ച്വലി ഞാൻ ഈ മെഡിക്കൽ ഫീൽഡ് തന്നെ ആയതുകൊണ്ട് സത്യത്തില് എനിക്കിത് വർക്ക്ഔട്ട് ആവുമോ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമുക്കതിന്റെ ഏകദേശം ഒരു തിയററ്റിക്കലി നമുക്ക് ഒരു അറിവുണ്ട്, അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കും, ഇവർ ഈ രീതിക്കായിരിക്കും ചെക്ക് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഇത് നമുക്കറിയാം. അപ്പൊ അത് എന്റെ കാര്യത്തിൽ അത് വർക്ക് ആവുമോ
എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ സത്യത്തില് എന്റെ ഹസ്ബൻഡ്, എനിക്ക് അമ്മയായിട്ടുള്ള ഒരു ബോണ്ട് കൃത്യമായിട്ട് അറിയുന്ന എന്റെ ഹസ്ബൻഡിനാണ്. ഹലോ, കേൾക്കുന്നുണ്ട് മാം. ആ അപ്പൊ എന്റെ ഹസ്ബൻഡിനാണ് അറിയുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നമുക്കിങ്ങനെ അമ്മയെ കാണാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മയെ കാണാൻ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്, അപ്പൊ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയെ ഡിസ്കറേജ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും വേണ്ടിയില്ല, ആ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്റെ മൈൻഡിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് എന്റെ കാര്യം നടക്കാൻ പോകുന്നില്ല തന്നെയായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഞാൻ അവരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാന് ഇതെന്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇതെന്തായാലും ശരിയാവില്ല. പക്ഷെ അവര് ചെറിയൊരു ഫസ്റ്റ് സ്റ്റേജില് ചെറിയൊരു ആക്ടിവിറ്റി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ എന്നോട് സുധീർ സാർ എന്നോട് പറഞ്ഞത് നമുക്ക് അത് ചെയ്ത് നോക്കാം മാഡം, എന്നിട്ട് അത് നടക്കുമോ എന്നുള്ള നോക്കാം, എന്നിട്ട് നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് പോവാന്നായിരുന്നു. ശരിന്ന് പറഞ്ഞു. അതും ഞാനൊരു പരീക്ഷണാർത്ഥം ഇരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ആ ഒരു ഫസ്റ്റ് സെക്ഷനില് അവര് വിജയിച്ചു എന്നുള്ളത് കണ്ടപ്പോഴാണ് ഇനി മേ നടന്നാലോ എന്നൊരു ഡൗട്ടിലേക്ക് എത്തിയത്. അപ്പോഴും എനിക്ക് 50-50 ചാൻസ് ആയിരുന്നു. അങ്ങനെ വീണ്ടും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി. ആദ്യത്തെ സെക്ഷൻ നോക്കി നടന്നില്ല, രണ്ടാമതും നോക്കി. അങ്ങനെ പിന്നെ അവര് പറഞ്ഞു നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്നുള്ള രീതിയിൽ ഒന്നുകൂടെ നോക്കാം. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇത് നടക്കാൻ പോകുന്നില്ല എന്നായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴാണ് അവരെന്റെ ആ ഒരു മൈൻഡിനെ കൺട്രോളിൽ വരുത്തിയത്, അവരുടെ കയ്യിലേക്ക് ആക്കിയത് എന്നുള്ളത് ഞാൻ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. പുള്ളി എന്നോട് പറഞ്ഞത് ഞാനൊന്ന് വിരൽ ഞൊടിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങി വീഴുന്നായിരുന്നു. അപ്പോഴും ഞാൻ പറയുന്നത് രാത്രി 12 മണിയായാലും ഉറങ്ങാത്ത വ്യക്തിയാണ് ഞാനിപ്പോ ഉറങ്ങുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം മാഡം എന്ന് പറഞ്ഞു. പക്ഷെ അവര് ആ വിരൽ ഞൊടിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എപ്പോ ഉറങ്ങിപ്പോയിന്നോ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഉണരുമ്പോ നമ്മള് ഈ ഒരുപാട് റീൽസും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പൊ ഫ്രണ്ടിൽ ഉണ്ടാവുന്നത് എന്തായാലും എനിക്ക് എന്റെ ഒരു റിലേറ്റീവിനെ മാത്രമേ അവർ കാണിക്കുള്ളൂ. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഹസ്ബൻഡായിരുന്നു. ഹസ്ബൻഡിനെയാണ് കാണിക്കുന്നതെന്നും ഒക്കെ എന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. എന്നാലും നമ്മൾ ആ ഒരു സെക്കൻഡ് കാണുന്നത്, നമ്മൾ കണ്ണിൽ കാണുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരെ. ഞാൻ കണ്ടത് എന്റെ അമ്മയാണ്. അപ്പൊ കാണുന്നത് ആക്ച്വലി അമ്മയല്ല എന്നൊക്കെ എന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. പക്ഷെ അമ്മയാണ് ഞാൻ എന്റെ കണ്ണ് കാണുന്നതും എന്റെ ഹസ്ബൻഡ് എന്റെ കയ്യിൽ ആ സമയത്ത് പിടിക്കുമ്പോ അമ്മയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് ഒക്കെ. ഒരു ബ്ലൂ കളർ സാരിയില് ആ ഒരു വിഷ്വൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കണ്ടത്. അപ്പോ ആ ഒരു എത്ര നേരത്തേക്ക് നിൽക്കുന്നുള്ള എനിക്ക് ഉറപ്പില്ലാത്തോണ്ട് നമ്മൾ പിന്നെ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ അതൊന്നുമല്ല നമുക്ക് തോന്നുക. എന്റെ അമ്മയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ആ ഒരു ഇത്തിരി നേരത്തേക്ക് ഞാൻ സംസാരിക്കട്ടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ എന്ന് എനിക്ക് തോന്നിയുള്ളൂ. അപ്പൊ വിട്ട് കളയാനല്ല നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അത്രയും ഞാൻ എന്റെ അമ്മയായിട്ട് ഭയങ്കര ബോണ്ടാണ് എനിക്ക്. എന്റെ അമ്മയും എന്റെ ഗ്രാൻഡ് മദറും ആയിട്ടാണ് എനിക്ക് ഭയങ്കര. അപ്പൊ അവർ രണ്ടുപേരും വലിയ ഡിഫറൻസ് ഇല്ലാതെ രണ്ടുപേരും പോയതുകൊണ്ട് എന്റെ 2 പില്ലറുകൾ പോയ പോലെയായിരുന്നു. ഞാൻ ഭയങ്കര ഒരു ഡിപ്രസീവ് സ്റ്റേജിൽ തന്നെയായിരുന്നു. അവിടുന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് കണ്ണുനീരായിരുന്നു വന്നോണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ഇതിനു മുൻപേ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, കുട്ടികൾ സംസാരിക്കുമ്പോഴായാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം അവരുമായിട്ടുള്ള ഓർമ്മകൾ ആലോചിക്കാനായിരുന്നു എനിക്ക് സമയം വേണ്ടത്. അപ്പൊ അതിനൊരു ഡിസ്ട്രാക്ഷൻ വരുന്ന കാര്യങ്ങൾ മേ ബി എന്റെ കുട്ടികളാണെങ്കിൽ പോലും അവരെനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത സമയങ്ങളായിരുന്നു. പക്ഷെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോ അത് എങ്ങനെയാണെന്നുള്ള അറിയുന്നില്ല, ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലേ എനിക്ക് വന്നിട്ടുള്ളൂ. കാരണം എനിക്ക് എന്റെ മൈൻഡിലൊരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ട്രസ്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. എന്റെ അമ്മ എവിടെയോ കൂടെ ഉണ്ട്. മറ്റേ നമുക്ക് ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര ദൂരെയുള്ള പോലെ, നമ്മളെ വിട്ടുപോയ പോലെ നമുക്ക് ഫീൽ ചെയ്തുള്ളൂ, ഒറ്റയ്ക്കായല്ലോ എന്നുള്ള. പക്ഷെ ഇതിന് ശേഷം ചെറിയ എന്തോ ഒരു ബാരിയറിനപ്പുറം എന്റെ അമ്മ ഉണ്ട്, എന്റെ കയ്യെത്തുന്ന ദൂരത്തുണ്ട് എന്നുള്ളൊരു ഫീലേ ഇരിക്കുള്ളൂ. അപ്പൊ വിളിപ്പുറത്തുണ്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളതിനാണ് ഒരു സൊല്യൂഷൻ എന്ന് കണ്ടുപിടിക്കാത്തത്. ബാക്കിയുള്ളതിനൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് മനുഷ്യൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ ഒന്നിനാണ് ഒരു സൊല്യൂഷൻ ഇല്ലാത്തത്. പക്ഷെ ഇതൊരു ഹാലൂസിനേഷൻ ആണോ എനിക്ക് അറിഞ്ഞൂടാ. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എവിടെയോ ഇതിനും ഒരു സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ ഒരു മീഡിയ ഉണ്ടല്ലോ. നമ്മുടെ മനസ്സിനെ ബോധപൂർവം ആണെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ
സുഖപ്പെടുത്താനായിട്ട് ഇങ്ങനെ ഒരു മീഡിയ ഉണ്ടല്ലോ എന്നുള്ളൊരു ട്രസ്റ്റ് നമുക്ക് വരുമ്പോ ഉണ്ട്, എവിടേക്കോ ഉണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീല് വല്ലാത്തൊരു ഫീലാണ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ എത്രത്തോളം അക്സെപ്റ്റബിൾ ആവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് അവരോട്, ആ ഒരു ടൈമിനോടും പിന്നെ അതിലുപരി എന്റെ ഹസ്ബൻഡിനോട്. കാരണം അതിന് ശേഷം എന്റെ അമ്മയും അമ്മമ്മയും പോയ ശേഷം ഈ ഒരു സെക്ഷൻ വരെയുള്ള എന്റെ ലൈഫല്ല എനിക്ക് അതിന് ശേഷം. അങ്ങനെ എന്റെ ചുറ്റുമുള്ളവർക്കും ഒക്കെ അത് നന്നായിട്ട് അറിയാം. ഞാൻ എന്റെ സ്റ്റുഡൻസിനോടാണെങ്കിലും കൊളീഗ്സിനോട് ഞാൻ പേഴ്സണലി ഞാൻ ആർക്കും ആ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ആരൊക്കെയോ അത് കണ്ട് എന്നെ വിളിക്കുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട്, നേരിട്ട് കാണുമ്പോ എന്നോട് എന്താ മാഡം ആയതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് പോവാണ്, ഇതുവരെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനും ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോഴാണ്. അപ്പൊ നമ്മൾ മരിച്ചു പോയാലും റിയൽ ആയിട്ട് അവിടെ കാണുക, അവർ ആ ഒരു സോളിനെ കൊണ്ടുവരും, അതൊന്നുമല്ല. പക്ഷെ നമ്മുടെ മനസ്സിനുള്ള ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. അത് എനിക്ക് സത്യം പറഞ്ഞിട്ട് എനിക്ക് നല്ലൊരു അനുഭവമാണ്. അതിനെ കുറിച്ച് ആര് ചോദിക്കുമ്പോഴും ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വാചാലയാവും എന്നുള്ളതാണ്. അത് തന്നെ വ്യക്തമാണല്ലോ. ഓക്കെ മാം, താങ്ക് യു. നമ്മൾ സുബീഷേട്ടൻ ഒരു ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്, ആ ഒരു ടൈമിലാണ് നമ്മൾ വിളിച്ചത്. ഓക്കെ. ഇപ്പൊ നമ്മൾ വിളിച്ച 2 കോളും ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അതായത് അവര് ഒരുപാട് നാൾക്ക് ശേഷം അവരുടെ ആ ഒരു ഇപ്പോഴും അവരത് ഹാപ്പി, അവർ ആലോചിക്കുമ്പോ അവരുടെ ലൈഫ് മുമ്പത്തെ പോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്, സന്തോഷമാണ്, കണ്ണീരില്ല എന്നൊക്കെ അവർ പറയുന്നത്. അപ്പൊ ശരിക്കും ഈ ഹിപ്നോട്ടിസം കൊണ്ട് മനുഷ്യർക്കുള്ള ബെനിഫിറ്റ്സ് ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. ഞാൻ തന്നെ ഒരു ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന സംഭവം എന്താ വെച്ചാൽ, ഇവരൊക്കെ പറയുന്നത് ഇവരെ ലൈഫ് ആകെ മാറിയെന്നാണ്. എൻ്റെ ഓഫീസിൽ നിന്ന് ഇവർ താഴെ കാലെടുത്ത് വെക്കുന്ന സമയത്ത് അവരെ ലൈഫ് മാറി, എനിക്ക് കൈ തന്ന് ഭയങ്കര ഒരു തിളക്കാണ് അവരെ കണ്ണിൽ കാണുന്നത്. അവർക്ക് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞത് കേട്ടല്ലോ, അവരെ ജീവിതത്തിൽ അവരെ അമ്മയായിരുന്നു ഒരു തൂണായിട്ട് ഉണ്ടായിരുന്നത്. ഒരു തൂണ് അമ്മയും ഒരു തൂണ് അച്ചമ്മയായിരുന്നു. ആ ആളെ ലൈഫിലേക്ക് അവർ മക്കൾ ഉണ്ടായിട്ട് കൂടിയും അവർക്ക് ആ ഒരു ഇത് മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെ അത്രയും വലിയൊരു ബെനിഫിറ്റാണ് അവർക്ക് ഞാൻ കൊടുത്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ വെച്ചാൽ അവർ പറഞ്ഞ ഇതിലും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു വിശ്വാസം അതാണ്. ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടിയെന്നാണ്. എന്താ വെച്ചാൽ അതിന് ശേഷം അവരിപ്പം ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിനെസ് എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും ഉണ്ട്. ഞാൻ ചെയ്ത ആൾക്കാരുടെ മനസ്സിലൊക്കെ ആ ഹാപ്പിനെസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശരിക്ക് റിയലായിട്ട് സംഭവിക്കണ സംഗതികളാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതിനെ ഒരിക്കലും നെഗറ്റീവായിട്ട് ദയവ് ചെയ്ത് ഇനിയൊരാളും വീഡിയോ ചെയ്യരുതെന്നാണ്. എന്താ വെച്ചാൽ ഇതിൽ നെഗറ്റീവ് ഉണ്ടായിരിക്കും, അങ്ങനെ മോശമായിട്ടും ഇതിനെപ്പറ്റി അറിയാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ചെയ്യുന്ന ആളെ ഒരിക്കലും നിങ്ങൾ മരിച്ചവരെ കാണിച്ച് കൊടുക്കരുത് എന്നുള്ളൊരു വാക്ക് ദയവ് ചെയ്ത് ആരും ഉപയോഗിക്കരുതെന്നാണ്. അതിന് ഒരു മാറ്റം കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് കാലം തൊട്ട് ഇത് മാത്രമാണ് ചെയ്യുന്നത്, വേറെ ഒരു സാധനം ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്യാറില്ല. മരിച്ചവരെ കാണിച്ചു എന്തുകൊണ്ടാ വെച്ചാൽ അവരെ ഒരുപാട് ഉള്ളിലുള്ള ട്രോമാസ് എടുത്ത് കളയാണ് ചെയ്യണത്. മനസ്സിൽ ഒരു എടുത്ത് കളയുന്ന ഒരു ടൂളാണ് ഈ ഹിപ്നോട്ടിസം. അവരുടെ മനസ്സിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ എടുത്ത് കളയാണ് ചെയ്യുന്നത്. അവർ പുതിയൊരു ലൈഫിലേക്ക് നമ്മൾ കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനത്തിനെ, ഒരു ഹിപ്നോട്ടിസത്തിനെ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതൊരിക്കലും ഞാൻ ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. അവർക്ക് ഒരു ഹാപ്പിനെസ് നൽകുക, ഒരു ലൈഫ് ടൈം ഒരു ഹാപ്പിനെസ് നൽകുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഇത് ഒരു ചികിത്സയല്ല. അത് ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണുമെന്ന് മാത്രമാണ് ഞാൻ പറയാറ്. അത്രേ ഉള്ളൂ. എന്തായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി കോപ്പറേറ്റ് ചെയ്ത സുബീഷേട്ടന് ഒരുപാട് നന്ദി നമ്മുടെ ഭാഗത്ത് നമ്മൾ പറയുകയാണ്. ഓക്കെ, താങ്ക് യു.